ആർട്ടീമിയ ഇവിടെ ഹാച്ച് ചെയ്തുകൊണ്ടിരിക്കട്ടെ. തൊട്ട് പുറത്തൊരു ടാങ്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ടാങ്കിൻ്റെ വാട്ടർ ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. ഇതിനകത്ത് ഫൈറ്റർ കുഞ്ഞുങ്ങളും നടക്കുന്നുണ്ട്. നമ്മളോട് ഇന്ന് ഈ ഒരു വിഷയവുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫസൽ ബ്രോ ആണ്. ഫസൽ ബ്രോ, ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് തന്നെ പറഞ്ഞു തുടങ്ങിക്കോളൂ നിങ്ങൾ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഉള്ളൊരു അനുഭവമാണ്. നമ്മൾ ഫൈറ്ററിനെ ബ്രീഡ് വെച്ചിട്ട് കുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ള ഒരുപാട് ആൾക്കാർക്കുള്ളൊരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്കതൊന്ന് ക്ലിയർ ചെയ്യാൻ, നമുക്ക് ഇപ്പോൾ ഒരു തുടക്കക്കാരനെ ഒരു ഫൈറ്ററിനെ വിരിയിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് കുട്ടികളെ സേവ് ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമുക്ക് ആ വീഡിയോ അതിൽ തന്നെ വെള്ളത്തിനെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ നമ്മളൊരു ഫിഷിനെ വാങ്ങി ബ്രീഡ് അയക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ നമ്മളൊരു ബോക്സ്, ഫ്രിഡ്ജ് ബോക്സ് ചെറിയ പാത്രങ്ങളാണെങ്കിൽ അങ്ങനെ അതെടുത്തിട്ട് നമ്മൾ അതിലൊരു എന്താ പറയുക, ഒരു 5 ഇഞ്ച് ഹൈറ്റിലൊക്കെ വെള്ളം നിർത്തണം. 5 ഇഞ്ച് ഹൈറ്റിൽ വെള്ളം നിർത്തിയിട്ട് അതിലോട്ട് നമ്മൾ ഉണങ്ങിയ മാവിൻ്റെ ഇല, ഇതൊക്കെ നല്ല ചീഞ്ഞ് പോയിട്ടുണ്ട് വെള്ളത്തിൽ കിടന്നിട്ട്, അത്രയും കണ്ടീഷൻ ആയിട്ടുണ്ട്. ഉണങ്ങിയ മാവിൻ്റെ ഇല, അതുപോലെ തന്നെ കുറച്ച് വൈക്കോല്, അതുപോലെ ആൽമണ്ട് ലീഫ്, ബദാമിൻ്റെ ഇല, ഒരു 3-4 ബദാമിൻ്റെ ഇലയും അതുപോലെ തന്നെ ഒരു 4-5 മാവിലയും കുറച്ച് വൈക്കോലും വെള്ളത്തിലിട്ടിട്ട് നല്ലൊരു തുണിയോ കൊതുകുവലയോ കൊണ്ട് മൂടിയിടുക. കൊതുകിൻ്റെ കൂത്താടി വരാൻ പാടില്ല വെച്ചിട്ടാണ്. എന്നിട്ടതിൽ ആ വെള്ളം പിടിച്ചു വെച്ചൊരു 4 ദിവസം കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് മൊയ്നയുടെ കൾച്ചർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കവർ ചെയ്തിടുക. അങ്ങനെ നമ്മളൊരു 7 ദിവസം മുന്നേ പിടിച്ച് കിടന്നാണല്ലോ, പിന്നെ നമുക്ക് ഫൈറ്ററിനെ ബ്രീഡ് അയച്ച് കുട്ടികൾ ഫ്രീസിയും ആയി കഴിയുമ്പോൾ തന്നെ ഈ വെള്ളം ഒരു 10 ദിവസത്തെ പഴക്കം ഉണ്ടാവും. ആ വെള്ളത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീസിയുമായ കുട്ടികളെ അങ്ങ് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തുണിയിട്ട് എന്തെങ്കിലും വെച്ച് മൂടിയിടണം. കാരണം കൂത്താടി ഒരു കാരണവശാലും വരാൻ പാടില്ല. അത് കുട്ടികൾക്കും ദോഷമാണ്, നമുക്കും ദോഷമാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് അതിൽ നിന്ന്, അതായത് ഈ ഒരു ഫൈറ്റർ ബ്രീഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഇഷ്ടം പോലെ കുട്ടികളുണ്ടാവും. അതിൽ ആരോഗ്യമുള്ള കുട്ടികൾ വളരെ കുറവായിരിക്കും. ബാക്കി കുട്ടികളൊക്കെ ഈ ആർട്ടീമിയ പോലുള്ള സംഭവമൊന്നും എടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത കുട്ടികളായിരിക്കും. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കുട്ടികളെയും കൂടെ സേവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ട്രിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇൻഫോസോരിയ, അതുപോലെ തന്നെ മൊയ്നേൻ്റെ ചെറിയ കുട്ടികൾ ഒക്കെ ഇതിലുണ്ടാവും. അപ്പോൾ ആ കുട്ടികൾ അതൊക്കെ എടുക്കും. പിന്നെ നമ്മൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അത്തരത്തിലുള്ളവർക്ക് നമ്മൾ ആർട്ടിമിയ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ കുട്ടികൾക്ക് ആർട്ടിമിയ വാങ്ങി ഹാച്ച് ചെയ്ത് കൊടുത്താൽ മതിയോ. അപ്പോൾ തന്നെ കുട്ടികളൊക്കെ ഏകദേശം ഒരേ സൈസിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ആർട്ടിമിയ ഹാച്ച് ചെയ്തിട്ട് 2 നേരമോ 1 നേരം കൊടുത്താലും എല്ലാ കുട്ടികളും ഏകദേശം ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നൊക്കെ ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും കുട്ടികൾ, കാരണം ഒരു കുട്ടികളെ പോലും കിട്ടാത്ത അവസ്ഥയാണ് ഫൈറ്ററൊക്കെ ഫസ്റ്റ് ബ്രീഡ് അയക്കുന്ന ഒരു അനുഭവം. ഇതിന് ചുരുങ്ങിയ 19 കുട്ടികളെങ്കിലും നമുക്ക് നല്ല രീതിയിൽ സേവ് ചെയ്തെടുക്കാൻ പറ്റും ഇത്തരത്തിലുള്ളൊരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ. പിന്നീട് ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടിക്കൊടുക്കുക. ഇതാണ് ചെയ്യാനുള്ളത്. കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ മെത്തേഡ് എത്രത്തോളം അത് 100% നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മളൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ഫൈറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആർട്ടീമിയാണ് മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഫൈറ്റർ. അതില്ലാതെയും ചെയ്യുന്നവരുണ്ട്. പക്ഷേ അത്രയും കുട്ടികളുടെ നമ്പേഴ്സ് നമ്മൾ ഇതൊരു ബിസിനസ് രീതി ചെയ്യുമ്പോൾ അതിൽ നിന്ന് പരമാവധി നമ്പർ നമുക്ക് കിട്ടണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുടക്കക്കാരന് ഇത് കുറച്ച് കുട്ടികളെങ്കിലും സേവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയുള്ള ട്രിക്ക് മാത്രമാണ്. അല്ലാതെ ഇതുപോലെ തന്നെ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ 2 നേരം ആർട്ടീമിയും കൂടെ ഫീഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് അടിസ്ഥാനത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ കുട്ടികളെയും കിട്ടും. പിന്നെ കുട്ടികളെ കിട്ടുന്ന കാര്യത്തിൽ പറഞ്ഞല്ലോ, നല്ല ബ്രൂഡ് അത് നിർബന്ധമാണ്. ഏതൊരു ഗപ്പിയാണെങ്കിലും ഫൈറ്റർ ആണെങ്കിൽ നല്ല ക്വാളിറ്റി കുട്ടികളെ കിട്ടണമെങ്കിൽ നല്ല ബ്രൂഡ് നമ്മൾ എടുക്കുക തന്നെ വേണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ചില കുട്ടികളടക്കം അല്ലെങ്കിൽ മുതിർന്നവരടക്കം ഫൈറ്റർ ബ്രീഡിങ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ കിട്ടാത്തതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്താൽ കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് പറഞ്ഞേ, പക്ഷേ പലർക്കും ഈ ആർട്ടിമി വിരിയിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ എല്ലാവരും പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർട്ടിമി ഇല്ലാന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് കുറച്ചെങ്കിലും കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഈ പറഞ്ഞ മെത്തേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുട്ടികളെ ഇത് ഷൂട്ടേഴ്സ്, ഈ ഫൈറ്റർ തന്നെ ഷൂട്ടേഴ്സ് തന്നെ ആയിട്ടുണ്ട്. എല്ലാ തീറ്റയും ഫസ്റ്റ് എടുക്കാൻ കെൽപ്പുള്ള ആളുകൾ, അത്തരത്തിലുള്ള കുട്ടികൾ റൈസായി പോരും. അതായത് വലുതായിട്ട് കേച്ചിലായി പോരും. ബാക്കിയുള്ളതൊക്കെ സ്വാഭാവികമായിട്ടും ചത്തുപോകും. പിന്നെ ഈ ഷൂട്ടേഴ്സ് വെട്ടിയിട്ടൊക്കെ പോകും. അപ്പോൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് മുകളിലത്തെ കൊതുകുവലാണെങ്കിൽ മാറ്റില്ല, മീനുകൾ കുറച്ച് ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ അത് മാറ്റാം. അപ്പോൾ ഈ സൈസൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ കൊതുകുവലൊക്കെ മാറ്റാം. ഇതിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു, കുറേ കുട്ടികളെ മാറ്റി, ഷൂട്ടേഴ്സിനൊക്കെ മാറ്റി. ആ സൈസ് ഇല്ലാതെ കിടക്കുന്ന കുറച്ച് കുട്ടികൾ മാത്രമാണ്. പിന്നെ അതിന് ബോട്ടിൽ ചെയ്തത് അവിടെ ഉണ്ട്, മെയിലൊക്കെ ബോട്ടിൽ ചെയ്തിട്ടുണ്ട്.